ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 കമ്പനികൾ, 24 മോഡൽ കാറുകൾ, ഒരൊറ്റ എഞ്ചിൻ. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് വൺ ആൻഡ് ഓൺലി ഫിയറ്റ് 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനെ കുറിച്ചാണ്. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ഫിയറ്റ്, ഷെവർലെ, പ്രീമിയർ തുടങ്ങിയ കമ്പനികളൊക്കെ വാഹന നിർമ്മാണ രംഗത്തെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നുവെങ്കിലും ഇവരുടെയൊക്കെ ഡീസൽ വാഹനങ്ങൾക്ക് ജീവൻ നൽകിയത് ഫിയറ്റിൻ്റെ 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു. 13 വർഷക്കാലം ഇന്ത്യൻ റോഡുകളെ അടക്കി ഭരിച്ച വൺ ആൻഡ് ഓൺലി ഫിയറ്റ് 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ. 30 ലക്ഷത്തിലധികം കാറുകൾ ഈ എഞ്ചിൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഓടുന്നു എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിനെ ഇന്ത്യയുടെ ദേശീയ എഞ്ചിൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. 2005 ഇന്റർനാഷണൽ എഞ്ചിൻ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ എഞ്ചിൻ കൂടിയാണ് ഫിയറ്റിൻ്റെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ. ഓരോ വാഹനപ്രേമിയും അറിഞ്ഞിരിക്കേണ്ട ഈ എഞ്ചിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും 5 കമ്പനികളിലായി 24 മോഡൽ കാറുകളിൽ ഈ എഞ്ചിൻ ഉപയോഗിച്ചിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെ കാറുകളിലാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടി യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനും വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലെ 2ാമത്തെ മാത്രം വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. 2003 ഫിയറ്റും ജനറൽ മോട്ടോഴ്സും ചേർന്നാണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത്. എഞ്ചിൻ ഫിയറ്റിൻ്റെതായിരുന്നു എങ്കിലും ഈ എഞ്ചിൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് 2007 സ്വിഫ്റ്റിലൂടെ മാരുതി സുസുക്കി ആയിരുന്നു. തുടർന്ന് ഈ എഞ്ചിൻ നിർമ്മിക്കാൻ വേണ്ടി മാത്രമായി മനേസറിൽ മാരുതി സുസുക്കി ഒരു പ്ലാന്റ് തന്നെ നിർമ്മിച്ചു. ഈ എഞ്ചിൻ്റെ എക്സലൻറ്റ് പെർഫോമൻസ്, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി, ഫ്യൂവൽ എഫിഷ്യൻസി, ലോ മെയിൻ്റനൻസ്, ലോ എഞ്ചിൻ നോയ്സ് എന്നിവ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു. സ്വിഫ്റ്റിൻ്റെ വിൽപ്പന കുതിച്ചുയർന്നു. ഡീസൽ സ്വിഫ്റ്റ് കിട്ടാൻ ബുക്ക് ചെയ്ത് മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയായി. മാരുതി സുസുക്കിയെ സംബന്ധിച്ചും വിൽപ്പനയിൽ ഒരുപാട് മുന്നേറ്റം കൊണ്ടുവരാൻ ഫിയറ്റുമായിട്ടുള്ള ഈ ഒരു കൊളാബറേഷൻ സാധിച്ചു. പിന്നീട് ടാറ്റ മോട്ടോഴ്സുമായുള്ള ഒരു ടൈപ്പിലൂടെ രാജസ്ഥാനിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയും ഫിയറ്റ് ഡയറക്റ്റായിട്ട് എഞ്ചിൻ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ എഞ്ചിൻ ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് മാരുതി സുസുക്കിയാണ്. 1ാമത്തെ മോഡൽ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ 3 ജനറേഷനുകൾ ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2ാമത്തെ മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇതിൻ്റെ 3 ജനറേഷനുകൾ ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. റിറ്റ്സ്, SX4, എർട്ടിഗ, വിറ്റാര ബ്രെസ, ബലേനോ, ഇഗ്നിസ്, സിയാസ്, എസ്ക്രോസ് എന്നീ 10 കാറുകളിൽ മാരുതി സുസുക്കി ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ എഞ്ചിൻ ഉപയോഗിച്ച 2ാമത്തെ കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻഡിക്ക വിസ്റ്റ, ടാറ്റ ഇൻഡിക്ക, ഇൻഡിഗോ മാൻസ, ടാറ്റ സെസ്റ്റ്, ടാറ്റ ബോൾട്ട് എന്നീ 5 കാറുകളിൽ ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. 3ാമത്തെ കമ്പനി ഫിയറ്റ് തന്നെയാണ്. ഫിയറ്റ് പുണ്ടോ, ഫിയറ്റ് ലിനിയ, ഫിയറ്റ് പുണ്ടോ ഈവോ, ഫിയറ്റ് അവഞ്ചൂറോ എന്നീ 4 മോഡലുകളിൽ ഈ എഞ്ചിൻ ഫിയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 4ാമത്തെ കമ്പനി ഷെവർലെ ആണ്. ഷെവർലെ സെയിൽ, ഷെവർലെ സെയിൽ യുവ, ഷെവർലെ ആവിയോ, ഷെവർലെ എൻജോയ് എന്നീ 4 മോഡലുകളിലാണ് ഷെവർലെ ഈ എഞ്ചിൻ ഉപയോഗിച്ചത്. അടുത്തതായി ഇന്ത്യയിൽ ഈ എഞ്ചിൻ ഉപയോഗിച്ചത് പ്രീമിയർ ആണ്. പ്രീമിയറിൻ്റെ റിയോ എന്ന് പറഞ്ഞ മോഡലിലാണ് ഈ എഞ്ചിൻ ഉപയോഗിച്ചത്. ടോട്ടൽ 5 കമ്പനികൾ, 24 കാറുകൾ. ഇതിനൊക്കെ പുറമെ ഷെവർലെ ബീറ്റിൽ ഉപയോഗിച്ച 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനും ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനായിരുന്നു. ഫിയറ്റ് ഈ എഞ്ചിന് മൾട്ടിജെറ്റ് എന്നാണ് പേരിട്ടിരുന്നതെങ്കിലും ഉപയോഗിച്ച ഓരോ കമ്പനികളും അതിന് വ്യത്യസ്തമായ പേരുകൾ നൽകി. മാരുതി സുസുക്കി അതിനെ DDIS എന്ന് വിളിച്ചപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ക്വാഡ്രാജെറ്റ് എന്നും ഷെവർലെ സ്മാർട്ടെക് എന്നും പ്രീമിയർ CRDI 4 എന്നും ഈ എഞ്ചിനെ വിളിച്ചു. 13 വർഷം ഇന്ത്യൻ റോഡുകൾ അടക്കി ഭരിച്ച ഫിയറ്റിൻ്റെ 1.3 ലിറ്റർ
മൾട്ടിജെറ്റ് എഞ്ചിൻ. BS6 നോംസ് ഇന്ത്യയിൽ ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പായി 2020 തുടക്കത്തിൽ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു. BS6 ഈ എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്യുക എന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇതിൻ്റെ പ്രധാന ഉപഭോക്താക്കളായിരുന്ന മാരുതി സുസുക്കിയും ടാറ്റ മോട്ടോഴ്സും BS6 അപ്ഗ്രേഡ് ചെയ്യാൻ പിന്തുണച്ചില്ല. അതോടുകൂടി ഒരു യുഗത്തിൻ്റെ തന്നെ അന്ത്യമായി. അപ്പോഴേക്കും 8 ലക്ഷത്തിലധികം എഞ്ചിനുകൾ ഫിയറ്റ് തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഫിയറ്റിൻ്റെ ലൈസൻസിൻ്റെ അണ്ടറിൽ മാരുതി സുസുക്കിയും മറ്റും നിർമ്മിച്ച ലക്ഷക്കണക്കിന് എഞ്ചിനുകൾ വേറെയും. 30 ലക്ഷത്തിലധികം കാറുകൾ ഇന്ത്യയിൽ ഈ എഞ്ചിൻ ഉപയോഗിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതൊരു ഇന്ത്യയിൽ മാത്രമുള്ള കണക്കുകളാണ്. ഇന്ത്യക്ക് പുറത്ത് പ്യൂഷോ, സിട്രോൺ, ഓപ്പൽ തുടങ്ങിയ അനേകം കമ്പനികൾ ഈ എഞ്ചിൻ ഉപയോഗിച്ച് മില്യൺസ് വെഹിക്കിൾസ് പുറത്തിറക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കുകളും കമൻറ്റുകളും മറ്റുള്ള ആളുകളിലേക്ക് കൂടി വീഡിയോ എത്താൻ വേണ്ടി യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കാരണമാകും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകളും കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും